ഈ വിഷയം ഇത്ര വഷളാകാൻ കാരണം സമസ്തത്തെ കുറച്ച് ആൾക്കാരാണെന്ന് പറഞ്ഞത് അതിനോട് യോജിക്കാൻ കഴിയില്ല. ആ ഇത് ഇത്ര വഷളാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വാഫികൾ തന്നെയാണ്. വാഫികളുടെ ഒരുപാട് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതികരണങ്ങളൊക്കെ പരിധി വിട്ട പരിധിൻ്റെ എത്രയോ മടങ്ങ് അപ്പുറത്തെത്തിയ നമ്മളൊക്കെ വിചാരിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലാണ് വാഫികളുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ, മുഖമില്ലാത്ത ആളുകളെയൊക്കെ പൊക്കിപ്പിടിച്ച് കൊണ്ടു നടക്കുകയും അത് എല്ലായിടത്തും എത്തിക്കുകയും ഒക്കെ ചെയ്തത് ഒക്കെ വാഫികളാണ്. വാഫികളാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ. വാഫികളുടെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ വാഫിയുടെ മുഖങ്ങളായി അറിയപ്പെടുന്ന ഓഫീസ് വർക്കുകളും അല്ലെങ്കിൽ അജാതി ഡ്യൂട്ടികളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ ബുദ്ധിജീവികളാണെന്ന് അഭിനയിച്ച് നടക്കുന്ന ആൾക്കാർ. ഈ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ആവും, അതുകൊണ്ട് മുണ്ടായിരിക്കുകയാണ് നമുക്ക് നല്ലത്, ഇജാതി പ്രതികരണത്തിലേക്ക് പോയാൽ തെറ്റാണെന്ന് അന്ന് ഞാൻ 16ാം ബാച്ച്, ഞങ്ങൾ 16ാം ബാച്ചാണല്ലോ, അതിൻ്റെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. വാഫി 16ാം ബാച്ച്. അന്ന് അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് പ്രശ്നം രൂക്ഷമായപ്പോൾ ഇന്ന് പുറത്താക്കി. സംഘടനാ ലെവലിൽ നിന്ന് കുറേ ആൾക്കാരെ പുറത്താക്കണമെന്ന് പറഞ്ഞല്ലോ, അതിന്ന് ഇന്നെ പുറത്താക്കി, ഷാഫിനെ പുറത്താക്കി. അങ്ങനെ അതിൽ സമസ്തക്കും വേണ്ടിയിട്ട് സമസ്തൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഈ ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അതിന് പുറത്താക്കി. വലിയ സഹിഷ്ണുത വരുന്ന ആൾക്കാരാവല്. എന്തെങ്കിലും പ്രതികരിക്കുമ്പോഴത്തിന് സംഘടനയിൽ നിന്ന് പുറത്താക്കാണ്, ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാണ്, ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആണ് ആക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സമസ്തനെ കൊച്ചാക്കുന്ന ആൾക്കാരാണ് അവർ. ഒരു 2 ചോദ്യം തിരിച്ച് ചോദിച്ചപ്പോഴത്തിന് ഗ്ലോബൽ വാഫി ഓർബിറ്റ് പറഞ്ഞ ഗ്രൂപ്പിനാണ് പിരിച്ചിട്ട്. അതേപോലെ ഇതിൽ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ 16ാം ബാച്ചിൽ നിന്നും പുറത്താക്കി. അതേപോലെ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഗ്രൂപ്പുണ്ട്, അത് ഇപ്പോൾ അഡ്മിൻ ഓൺലി ആണ്. അത് 2 വാക്കുകൾ വന്നിട്ടുള്ളൂ, വന്നപ്പോൾ അത് അഡ്മിൻ ഓൺലി ആണ്. ആരോടാണ് നിങ്ങൾ ഈ പറയണത്? അപ്പോൾ വാഫിൻ്റെ കോലം ഇതാണ്. പിന്നെ നമ്മൾ വഹാബിസം തീരെ പഠിച്ചിട്ടില്ല. വഹാബിസം നമ്മളെ ഉസ്താദന്മാരൊക്കെ അത് കൃത്യമാക്കി തന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ വഹാബിസത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫضലുള്ളാന്റെ ഒരു പോസ്റ്റ് വന്നല്ലോ, നൂറുലക്കീന് ആരുതാണത്? നൂറുലക്കീന് സുന്നിയാളുണ്ടാക്കിയാണോ? അല്ല, അതിൽ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. സർവത്ത് സൗലത്തില്ലേ, സൗലത്തിൻ്റെ സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം, അതിൽ ഒരുപാട് സുന്നി ആശയങ്ങൾ, ചരിത്രങ്ങളൊക്കെ വക്രീകരിച്ചിട്ട് ഒരുപാട്, അതുപോലെ തന്നെ വഹാബിസത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ അതിലില്ലേ, ഒക്കെ ഉണ്ട്. പിന്നെ അത് പണ്ടേ നമ്മളെ ഉസ്താദന്മാർ പറഞ്ഞതാണ്. പണ്ടത്തെ ഉസ്താദന്മാർ, ഉസ്താദ്, അതുപോലെ മൈത്ര ഉസ്താദ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, മൈത്ര ഉസ്താദൊക്കെ പറഞ്ഞതായിട്ട് അന്നത്തെ വാഫികളും അതുപോലെ തന്നെ അന്ന് നമ്മളൊക്കെ ഉണ്ടായിരുന്ന തന്നെ ഉസ്താദന്മാരെന്നെ പറയുന്നുണ്ട്, ഹക്കീം ഫൈസി അല്ലേ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി, ആ പറഞ്ഞത് അങ്ങനെ എടുത്താൽ മതി എന്നുള്ളത് അന്ന് ഉസ്താദന്മാരൊക്കെ പറഞ്ഞിരുന്നു. അത് ആരെ കേൾക്കാത്തത്? നമ്മളൊക്കെ കേട്ടതല്ലേ അത്. നമ്മളൊരു സംവിധാനമായിട്ടാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ അന്ന് ഉസ്താദന്മാർ പ്രസംഗിച്ചതുമാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ ഈ സമയത്ത് നമ്മൾ വാഫി എന്നുള്ളൊരു പേര് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ വാഫികളെപ്പോഴേ നിൽക്കുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് നമ്മളെ കുറേ ആൾക്കാർക്കുള്ളത്. ഞാൻ വാഫിയാണ്, അതുകൊണ്ട് വാഫിനെ ഞാൻ പ്രതിരോധിക്കണമല്ലോ, വാഫിനെ ഞാൻ രക്ഷിക്കണമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അത് അതിൻ്റെ മുന്നേ നമ്മൾ സമസ്തക്കാരാണെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. സമസ്തയെ അംഗീകരിക്കുന്ന വാഫിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും വാഫി, ആരെങ്കിലും നടത്തുന്ന ഒരു വാഫി, ഒരു പ്രൈവറ്റ് അസോസിയേഷൻ നടത്തുന്ന ഒരു സംഘടന സ്വീകരിക്കാൻ നമുക്ക് കഴിയും. കാരണം അതിലെന്തെങ്കിലും ഒരു അധാർമികത വന്ന, മൂല്യച്യുതി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയാൻ ആരും ഉണ്ടാവില്ല. ആരോടും ഒന്ന് ചോദിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തുടർന്നാൽ മതി, ഇതിനോട് ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു കോലത്തിലല്ലേ വരിക. സമസ്ത ഒരു തീരുമാനം, മുഷാവർ ഒരു തീരുമാനം പറയുമ്പോൾ അതിൽ നിങ്ങളെ തീരുമാനം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ഞങ്ങൾ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യട്ടെ, സെനറ്റ് ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ ജനറൽ ബോഡി ചർച്ച ചെയ്യട്ടെ എന്നല്ല പറയേണ്ടത്. അത് അവരുടെ ഈ പറയുന്നതോട് കൂടെ തന്നെ, ഈ അവിടുന്ന് ഒരു നിർദ്ദേശം കിട്ടുന്നതോടുകൂടെ മുഷാവർ ഒരു കാര്യം തീരുമാനിച്ച്, വിവാഹപ്രായ വിഷയത്തിലോ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം തീരുമാനിച്ചങ്ങ് പറഞ്ഞാൽ അത് മറ്റുള്ള കോളേജിനോട് വിളിച്ച് സമസ്ത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇനി തീരുമാനം എന്ന് വിളിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ല പിന്നെ അവിടെ സിൻഡിക്കേറ്റ്, സെനറ്റ്, ജനറൽ ബോഡി പറഞ്ഞിട്ട് അവിടെ പറയരുത്. അതാണ് അദ്ദേഹം ഹക്കീം ഫൈസി പറഞ്ഞത്, ഞങ്ങൾക്ക് ആദർശബന്ധേ ഉള്ളൂ, സംഘടനാ ബന്ധം ഇല്ലയാണ്. അതിൻ്റെ അർത്ഥമാണത്. ഈ സംഘടനാ ബന്ധം ഇല്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ? എന്നാ പിന്നെ എപിന്റെ മർക്കസ് പോലുള്ള ഒരു സംവിധാനമാണ് ഇത് എന്നല്ലേ? അത്രേ ബന്ധമുള്ളൂ സമസ്തയായിട്ട് നല്ല ഇതിന്റെ അർത്ഥം. ആദർശബന്ധം ആർക്കല്ലാത്ത? ആദർശബന്ധം സംസ്ഥാനയുടെ കോളേജുകൾക്ക് സംസ്ഥയുമായിട്ട് ആദർശബന്ധമല്ലേ? എപിന്റെ കോളേജുകൾക്ക് സംസ്ഥയായിട്ട് ആദർശബന്ധമല്ലേ? ആദർശം ഇല്ലാതെ ഒന്നല്ലേ? പിന്നെ സംഘടനാ ബന്ധം തന്നെ വേണ്ടത്. എന്താ സംഘടനാ ബന്ധം എന്ന് പറഞ്ഞാല്, മുഷാവർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഈ സംവിധാനത്തിലെ തീരുമാനമാണ് എന്നായി വരണം. അതാണ് സംഘടനാ ബന്ധം എന്ന് പറഞ്ഞത്. അപ്പൊ അതും കൂടി ഉണ്ടെങ്കിലേ ഇത് സമസ്തന്റെ കീഴിലെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സമസ്തന്റെ കീഴിൽ ഇത് വളർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് എല്ലാതും സമസ്തന്റെ കീഴിലാക്കിയിട്ട് ഇങ്ങനെ എല്ലാവരുടെ പൈസ പിരിച്ചുക,
നാടൊട്ടാകെ പിരിവാണല്ലോ. എന്താ CIC-ക്കും വേണ്ടി അല്ല, WSF-നും വേണ്ടിയിട്ട് നമ്മളെത്ര പിരിച്ചിന്? നാട്ടുകാരോടൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് പിരിച്ചത്? പണക്കാട് അങ്ങനത്തെ അല്ലെങ്കിൽ സമസ്തൻ്റെതെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ പിരിച്ചിട്ട് എന്നിട്ട് തടിച്ച് കൊഴുത്തതിൻ്റെ ശേഷം എല്ലാ കോളേജിലും CIC-ന്റെ വലിയ എന്നിട്ട് എല്ലാ കോളേജിൻ്റെ ഏകദേശം കോളേജുകളൊക്കെ പ്രിൻസിപ്പാള് വാഫിമാരാണ്. എന്നിട്ട് ഓല് പറഞ്ഞ് കേൾക്കണം എന്ന്. അതെങ്ങനെ നടക്കുക? എല്ലാ കോളേജുകളുടെയും ഏകദേശം എന്തെങ്കിലുമൊക്കെ വാഫികളെ നിയമിച്ചാണ്ട് വാഫി ഉസ്താദന്മാരെയും അതുപോലെ പ്രിൻസിപ്പാളൊക്കെ വാഫിമാർ, എന്നിട്ട് ഇവർ കൂടുന്നതാണ് സിൻഡിക്കേറ്റ്. നിങ്ങൾ ഓല് കൂടുമ്പോൾ പിന്നെ ആക്ടിവേസിന്റെ തീരുമാനം അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും തീരുമാനം വരുമോ? എന്നിട്ട് ഇതാണ് തീരുമാനം, ഇതാണ് സിൻഡിക്കേറ്റ് എന്നും പറഞ്ഞാണ്ട് ഇതാക്കാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കോക്കസ് ആണ്. ഇത് കുറെ കാലമായി ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്കൊക്കെ അറിയാം. ഇതിൻ്റെയൊക്കെ മുന്നേ നടന്ന PG ക്യാമ്പ്, നമ്മൾ കട്ടപ്പാടി നടന്ന PG ക്യാമ്പിൽ സമസ്തയെ നിശിതമായി വിമർശിച്ചിട്ട് ഹക്കീം ഫൈസി പ്രസംഗിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക, ആൾക്ക് സുപ്രഭാതം വരുന്ന കാലഘട്ടമാണ്. സുപ്രഭാതം വന്നിട്ട് കോട്ടുമല ഉസ്താദുള്ള കാലത്ത്, ആ കാലഘട്ടത്തിൽ തന്നെ സുപ്രഭാതത്തിനെ വളരെ നിശിതമായിട്ടാണ്, മോശമായിട്ടാണ് അന്ന് ഹക്കീം ഫൈസി അവിടെ പ്രസംഗിച്ചത്. ഓർമ്മയുള്ളവർക്ക് ആ ഇതിന്റെ ഉള്ളിൽ നിന്ന്, ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ ഞാനും ഇപ്പൊ നമ്മളൊക്കെ ഗ്രൂപ്പിൽ ഈ എന്താണ് വാഫിക്കും വേണ്ടി കൂടുതൽ വാദിക്കുന്ന ആൾക്കാർ തമ്മിലൊക്കെ ഞങ്ങൾ തമ്മിലാണ് അന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഏകദേശം മുൻകൂട്ടി തന്നെ ഇതൊക്കെ ഇതിന്റെ കോലം കണ്ടാൽ തന്നെ തിരിയും. ഒരു മനുഷ്യനാക്കി തിരിയും, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞാൽ ഒരു സംവിധാനമാണ്. നമ്മളെ ഉസ്താദ്മാർ പറഞ്ഞാൽ ഫൈസ് ഉസ്താദും CM ഉസ്താദും അങ്ങനെയുള്ള സമസ്തയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ഉസ്താദ്മാരാണ്. അവരിതിനൊക്കെ ഒരു അവരാണല്ലോ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെയല്ലേ നമ്മളൊക്കെ പോയത്. അന്ന് തന്നെ നമുക്കും ഹക്കീം ഫൈസിക്കും ഇടയിൽ എത്ര വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ അതൊക്കെ ഒഴിച്ചു പോയി. കാരണം നമ്മൾ വാഫി എന്നുള്ള ഒരു പേര് നമുക്കുണ്ട്. ഇനി ആ വാഫിന്റെ ഒപ്പം തന്നെ വാഫിക്ക് എന്തോന്നാലും ഇനി ആദർശ വിരുദ്ധത ഉണ്ടായാലും മ്യൂലച്യുതി ഉണ്ടായാലും ദീൻ തന്നെ പുറത്തായാലും ഞാൻ വാഫിന്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല. പിന്നെ ഈ സമസ്തന്റെ നേതാക്കന്മാര് അവർക്ക് എതിരെ ഇങ്ങനെയായിട്ട് ആൾക്കാർ സംഘടിപ്പിച്ച് വരിക, അങ്ങോട്ട് അത് രക്ഷിതാക്കളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നില്ല. അവരെന്തിന്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയേ? CIC എന്നുള്ളതിന്റെ പേരിലല്ലേ? വാഫി എന്നുള്ളതിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കളല്ലേ? അവരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം CIC-ക്കും വാഫിക്കും ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെയോ പേരിലാണ് ഒരുമിച്ച് കൂടി ഉണ്ടാവുക എന്ന് പറയാ? എന്നാ പിന്നെ ഇതിനൊന്നും ഒരു പരിഹാരം സമസ്ത പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. സമസ്ത ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പരമാവധി നമ്മളിത് കൊണ്ടുപോകാൻ നോക്കും. പിന്നെയും വാഫിയിൽ ഇങ്ങനെയൊക്കെയാ പ്രശ്നമുള്ളത്. ഒന്നും തീരണ ഒരു ഇതില്ലല്ലോ, ഒരു പ്രശ്നം. സമസ്ത പറഞ്ഞ ഒന്നും കേൾക്കൂല എന്നുള്ള കോലത്തിലാണ്. ആ രൂപത്തിലാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കുട്ടികളാണെങ്കിൽ SNC-ക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തത്തുല്യമായ ഏതെങ്കിലും കോളേജിലേക്ക് നിങ്ങൾക്ക് ചേർക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം എന്താ വേണ്ടത്? പിന്നെ അതിൻ്റെ ഇടക്ക് പെൺകുട്ടികളൊക്കെ പറഞ്ഞയച്ച് പെൺകുട്ടികളൊക്കെ MT ഉസ്താദിന്റെ മുന്നൊക്കെ പറഞ്ഞിച്ച് കൊമ്പ് കോർക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ നേതാക്കന്മാർ അഭിമാനിക്കുന്ന തുല്യമാണ്. അസ്കർ അലി ഫൈസിയും MT ഉസ്താദല്ലേ ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ മുന്നിലേക്ക് ഇങ്ങനെ നമുക്ക് MT ഉസ്താദിന്റെ തന്നെ നമുക്കറിയാം, അത് പെൺകുട്ടികൾ ട്രോഫി വാങ്ങാൻ വന്ന ആ വിഷയം തന്നെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയും ഒരു കർശന സ്വഭാവം സ്വീകരിക്കുന്ന MT ഉസ്താദിന്റെ മുന്നിൽ ഇജാതി കുട്ടികളൊക്കെ പറഞ്ഞയച്ച് അവിടെ വന്നിട്ട് ഓല് തല്ലുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് വളരെ മോശം, നീചമായ ഏർപ്പാട് എന്നതിനെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് പറ്റുള്ളൂ.